എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന മസാലക്കടല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ മസാലക്കടല ഉണ്ടാക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് പെറുക്കിയിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് അതുപോലെയൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വറുത്തെടുക്കാം. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മസാലക്കടലയ്ക്ക് വേണ്ടിയിട്ട് 1 കപ്പ് കടല, 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിപ്പൊടി വറുത്തതാണ് എടുത്തിരിക്കുന്നത്, 3 സ്പൂൺ മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, കുറച്ച് ജീരകം ചതച്ചത്, കുറച്ച് പെരിഞ്ജീരകം ചതച്ചത്, ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. മുളക് പൊടി ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എടുത്തിരിക്കുന്ന കടലമാവിൻ്റെ നേർപകുതിയാണ് എടുത്തിരിക്കുന്നത്. കടലമാവ് എടുക്കുന്ന കടലയുടെ അതേ അളവും. എടുത്തിരിക്കുന്ന കടല ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിനെയൊന്ന് കഴുകിയെടുക്കണം. കടല ഇതുപോലെ കഴുകിയെടുക്കുമ്പോൾ ചെറിയൊരു നനവ് കിട്ടും. ആ നനവോടുകൂടി വേണം ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ. എടുത്തു വച്ചിരിക്കുന്ന കടലമാവിൻ്റെയും അരിപ്പൊടിയുടെയും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 സ്പൂൺ എരിവില്ലാത്ത മുളകും 1/2 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂൺ ജീരകം ചതച്ചതും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഇവിടെ ഇപ്പോൾ മസാലക്കടലയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചേരുവകളൊക്കെ ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടലയ്ക്ക് ചെറിയ നനവുള്ളതുകൊണ്ട് കോട്ടിങ് കടലയിൽ ചെറുതായിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് കിട്ടും. ഇനി ഇവിടെ ചെയ്തിരിക്കുന്നത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം ചേരുവകൾ ഈ കടലയിലേക്ക് പറ്റിപ്പിടിക്കും. ഇപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, കടലയ്ക്ക് ചെറുതായിട്ടൊരു കോട്ടിങ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ വെള്ളം തളിച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യവും കൂടെ കോട്ടിങ് റെഡിയായിട്ട് കിട്ടും. അതിനുശേഷം വീണ്ടും വെള്ളം തളിച്ചു കൊടുക്കുക. ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് വെള്ളം തളിച്ച് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. കടലയ്ക്ക് എത്ര കോട്ടിങ് വേണം അതിനനുസരിച്ച് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്ത പൊടിയൊക്കെ കടലയിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും വെള്ളം തളിച്ച് പിന്നെയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. മസാലക്കടല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇതുപോലെ മസാലയുടെ കൂട്ടുകൾ ചേർക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഈ ഒരു രീതിയിൽ മസാലക്കടല ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് മസാലക്കടല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മസാലയൊക്കെ നന്നായിട്ട് കടലയിൽ കോട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ അടുപ്പത്ത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഈ കടലയിൽ നന്നായിട്ട് കോട്ടിംഗ് ആയി വന്നിട്ടുണ്ട്. കടല ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വേർപെട്ട് കിട്ടും. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ആ കറിവേപ്പിലയുടെ മണം കിട്ടും. ആ മസാലക്കടലയ്ക്കും വറുത്തെടുക്കുമ്പോൾ അതേ മണം ടേസ്റ്റും വരും. കറിവേപ്പില ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി എണ്ണയിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. കടല ഇതുപോലെ വെറുതെ കുടഞ്ഞിട്ട് കൊടുത്താൽ മതി. കൈ കൊണ്ടൊന്നും പെറുക്കിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുക്കാൻ പറ്റും. കടല ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടലയും അതിൻ്റെ കോട്ടിങ്ങും ഒരേ സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കിട്ടും. തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പുറത്തെ കോട്ടിങ് മാത്രമേ റെഡിയാകുള്ളൂ. അകത്തെ കടല വറക്കാതെ കിട്ടും. ഓരോരോ സെറ്റായിട്ട് ഇതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ കടലയും വറുത്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കടലയുടെ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.